ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പോൾ തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്നുള്ളത്. അതെ, കുഞ്ഞിപ്പെണ്ണിൻ്റെ നൂലുകെട്ട് വ്ളോഗാണ് കാണിക്കുന്നത്. ഓരോ പ്രാവശ്യം വ്ളോഗ് ചെയ്യുമ്പോഴും ഒന്നുകൂടി പെർഫെക്റ്റാക്കി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ തന്നെ ഫുള്ള് എല്ലാത്തിനും ഓടി നടക്കണം. അപ്പം അതിനിടയ്ക്ക് വ്ളോഗ് ചെയ്യണം. എല്ലാം കൂടി ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയും എത്ര പെർഫെക്റ്റ് ആയെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയുടെ താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. നൂലുകെട്ട് ദിവസത്തിൻ്റെ തലേ ദിവസം തന്നെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും അനിയത്തിയും അനിയനും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും രാത്രി ഇവിടെ സ്റ്റേ ആയിരുന്നു. തലേ ദിവസം തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെക്കാനായിട്ടുണ്ടായിരുന്നു. കസേര എടുക്കണം, മേശ എടുക്കണം, പിന്നെ നമ്മുടെ പൊങ്കാല ഇടുന്നതിൻ്റെ സാധനങ്ങളൊക്കെ ഞങ്ങൾ തലേ ദിവസമാണ് എല്ലാം വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നത്. കൂടാതെ തന്നെ അന്ന് നല്ല മഴയും ഉണ്ടായിരുന്നു. അപ്പോൾ നൂലുകെട്ട് ദിവസം എങ്ങനെയാണെന്നും അറിയില്ല. മഴയില്ലാതിരുന്നാൽ രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നേ. എന്തായാലും നൂലുകെട്ട് ദിവസം മഴയില്ലാതെ രക്ഷപ്പെട്ടു. വൈകിട്ടാണ് ഇത്തിരി മഴയുണ്ടായിരുന്നത്. രാവിലത്തെ കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ നടത്താനായിട്ട് ഈശ്വരൻ സഹായിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും രാവിലെ തന്നെ ഓരോ ജോലിയിലേക്ക് തിരിഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മ കിച്ചണിലെ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട്. ഫുഡൊന്നും രാവിലെ ഞങ്ങൾ വയ്ക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ എല്ലാവർക്കും ചായ ഇടണം, വെള്ളം ചൂടാക്കി വയ്ക്കണം, അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം അമ്മയുടെ കയ്യിലായിരുന്നു. 9 മണി സമയത്താണ് നമ്മൾ നൂലുകെട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിൽ നമ്മുടെ ഫുഡും കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ ഫുഡിൻ്റെ കാര്യങ്ങളൊന്നും നോക്കണ്ട, ബാക്കി കാര്യങ്ങളെല്ലാം അമ്മ അവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ രാവിലെ എഴുന്നേറ്റ് തന്നെ കുളിച്ചു. 2 കുട്ടീസിനെയും റെഡിയാക്കി ടി വിയുടെ മുമ്പിൽ ഇരുത്തിയിട്ടുണ്ട്. രണ്ടുപേരും ഡാൻസൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് അങ്ങോട്ട് തിരക്കായതുകൊണ്ട് തന്നെ എൻ്റെ ആരൂട്ടനാണ് എനിക്ക് വീഡിയോസൊക്കെ എടുത്ത് സഹായിച്ചു തന്നത്. ആരൂസ് എടുത്തുകൊണ്ട് തന്നെ കുറേ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഉള്ള കുറേ ഷോർട്സൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെയാണ് ഇപ്പോൾ നിങ്ങളീ കാണുന്നത്. കുഞ്ഞിപ്പെണ്ണിനെയും രാവിലെ കുളിപ്പിച്ചു റെഡിയാക്കി ചേട്ടൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ ഓരോരുത്തർ ഓരോ ജോലി ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് നമ്മുടെ കുഞ്ഞിപ്പെണ്ണും കുഞ്ഞു ചെക്കനും ഒക്കെ ബഹളം വയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെ ഫീഡൊക്കെ ചെയ്ത് നന്നായിട്ട് സെറ്റാക്കി ഉറക്കിയൊക്കെ കിടത്തിയിട്ടാണ് പിന്നെ നമ്മൾ റെഡിയാവാനായിട്ട് ഇറങ്ങിയത്. വീട്ടിലെ അംഗങ്ങളെ എല്ലാവരെയും കാണിച്ചു. അപ്പോഴാണ് എൻ്റെ ആരൂട്ടൻ ഇവരെയും നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതും നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരാണല്ലോ. ഞങ്ങളിവിടെ കുറച്ച് ബലൂണൊക്കെ ഇങ്ങനെ പെരുക്കിയിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ചെറിയ എൻ്റെ ഒരു ഐഡിയയിൽ നെയിം റിവീലിംഗ് ഒക്കെ നടത്തണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എല്ലാം ഫ്ലോപ്പായിപ്പോയി. ഒന്നിനും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും നമ്മുടെ പഴയ ആ ഒരു രീതി തന്നെ ഉണ്ടല്ലോ, നമ്മൾ ചെവിയിലിങ്ങനെ വെറ്റിലേക്ക് വെച്ച് പേര് വിളിക്കുന്ന അത് തന്നെ നമ്മുടെ നെയിം റിവീലിംഗ് ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇരുന്ന സ്ഥാനമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടായിരുന്നേ. പിന്നെ അച്ഛൻ ഈ ദിശയൊക്കെ നോക്കിയിട്ട് സ്ഥാനം മാറ്റി നേരെയൊക്കെ ചെയറിട്ട് തന്നു. ചെയറല്ല, ആ ഒരു പീഠമൊക്കെ സെറ്റ് ചെയ്ത് തന്നു. കുഞ്ഞാവയെ രാവിലെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ ചെയ്യിപ്പിച്ച് നന്നായിട്ട് ഫീഡൊക്കെ ചെയ്ത് നല്ല രീതിയിൽ അവൾ ഉറങ്ങിയിരുന്നതാണ്. പക്ഷേ പെട്ടെന്ന് ഈ ഒരു ടൈമൊക്കെ ആയപ്പോഴത്തേക്കും ആൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല ബഹളമായിരുന്നു, നല്ല കരച്ചിലായിരുന്നു. നൂല് കെട്ടുന്ന ടൈമിലൊക്കെ ഭയങ്കര ബഹളമായിരുന്നു. പിന്നെ ചില ഈ മുത്തശ്ശിമാരൊക്കെ അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു, കരയുന്നത് നല്ലതാണ്, നൂല് കെട്ടുന്ന ടൈമിൽ കരയുന്നത്, കുഞ്ഞ് അരിയിൽ മൂത്രം ഒഴിക്കുന്നതൊക്കെ നല്ല ലക്ഷണങ്ങളാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എനിക്കറിയില്ല എങ്ങനെയാണെന്ന്. അപ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റിയൊക്കെ അറിയാമെങ്കിൽ ഒന്ന് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണേ. അതിൻ്റെ വീഡിയോ അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്കിതിലിടാൻ പറ്റില്ല. കാരണം മോൾക്ക് നമ്മൾ ഡ്രസ്സൊക്കെ ഇടാതെയാണ് നൂല് കെട്ടുന്നത്. എല്ലായിടത്തും അങ്ങനെയാണെന്ന് തോന്നുന്നു. നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണെന്നുള്ളതും കൂടെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഞങ്ങൾ രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചു. ഇവിടെ അപ്പാപ്പനും കൊച്ചുമോനും കൂടെ അടിയാണ്. പാത്രത്തിലുള്ള വേസ്റ്റൊക്കെ മോൻ്റെ ദേഹത്താവാതിരിക്കാനാണ് അച്ഛൻ എടുത്തുകൊണ്ട് പോകുന്നത്. പക്ഷേ അവൻ ആ പ്ലേറ്റൊക്കെ എടുത്തുകൊണ്ട് വയ്ക്കണം. അങ്ങനെ ചെറിയ പിണക്കമൊക്കെ കഴിഞ്ഞിട്ട് അവരങ്ങ് സെറ്റായി. ഇതെൻ്റെ കസിൻ ചേച്ചിയാണ്. എൻ്റെ വീഡിയോസിന് എല്ലാത്തിനും കട്ട് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ചേച്ചിയാണ്. ഏകദേശം ഉച്ചവരെ അങ്ങനെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ലേ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത്തിരി തിരക്കായപ്പോൾ തന്നെ എൻ്റെ വീഡിയോ ഇവിടെ വെച്ച് കട്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ മോളുടെ കരച്ചിലും ഫങ്ഷൻ്റെ കാര്യങ്ങൾ, ബാക്കി 2 കുട്ടീസിൻ്റെ കാര്യങ്ങളെല്ലാം കൂടെയൊക്കെ ആയപ്പോഴത്തേക്കും ഇത്തിരി തിരക്കായതുകൊണ്ട് തന്നെ ബാക്കി വീഡിയോസ് ഒന്നും എടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ നൂലുകെട്ടിൻ്റെ കുറച്ച് ഫോട്ടോസും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്.
വാവയുടെ നൂലുകെട്ടിൻ്റെ ആ ഒരു പ്രിപ്പറേഷൻസൊക്കെ തുടങ്ങിയപ്പോൾ തന്നെ ഏത് കളറ് ചൂസ് ചെയ്യണം എല്ലാവർക്കും എന്നുള്ളതൊരു കൺഫ്യൂഷനായിരുന്നു. പിന്നെ എനിക്കെന്തോ മെറൂണിനോടൊരു വല്ലാത്തൊരു ഇഷ്ടമാണ്. മെറൂണ്, റെഡ് ആ ഒരു കളറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ മെറൂൺ കളറാണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉണ്ടായിരുന്ന ഒരു ടാസ്ക് ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ ഈ കളർ എല്ലാവർക്കും കിട്ടുമെന്നുള്ളതായിരുന്നു. എന്തായാലും അലഞ്ഞ് തിരിഞ്ഞ് നമുക്ക് ആ ഒരു കളർ തന്നെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് കൂടുതലും കുഞ്ഞി പെണ്ണിൻ്റെയും നമ്മുടെ പീലി മോളുടെയും ഡ്രസ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നേ. സെയിം പാറ്റേണിൽ വരുന്ന ഡ്രസ്സായിരുന്നു. ആര്യസിൻ്റെ ഡ്രസ്സ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഡ്രസ്സിൽ കാണാനായിട്ട് പ്രത്യേക ഒരു ലുക്കായിരുന്നു. എല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ എന്താ ഇഷ്ടപ്പെടാത്തതെന്ന് ചോദിച്ചാൽ എൻ്റെ ബ്ലൗസ് തന്നെയാണ് ഗൈസ്. ബ്ലൗസ് തയ്ക്കുമ്പോഴും ചുരിദാറിൻ്റെ സ്ലീവ് എല്ലാം ഇത്തിരി കൈനീളം ഉള്ളതാണ് എടുക്കുന്നത്. പക്ഷേ ഇത് ഇത്തിരി കൈനീളം കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ കുഞ്ഞിപ്പെണ്ണിൻ്റെ നൂലുകെട്ട് വിശേഷങ്ങൾ. നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോസ് ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.